ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായ ഇന്ത്യയുടെ നിർണായകമായ രണ്ടാം ടെസ്റ്റ് നാളെ ആരംഭിക്കും. രാവിലെ 9 മുതൽ ഗുവാഹട്ടി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈഡൻ ഗാർഡനിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ചിരുന്നു. രണ്ടാം ടെസ്റ്റ് വിജയിച്ച് പരമ്പര സമനിലയിലാകാനാവും ഇന്ത്യൻ ടീമിന്റെ ശ്രമം. അതേസമയം പ്ലേയിങ് 11-ൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ആദ്യ ടെസ്റ്റിൽ തോറ്റ ഇന്ത്യ 2 മാറ്റങ്ങളെങ്കിലും വരുത്തുമെന്ന് ഉറപ്പാണ്. പരിക്കേറ്റ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നാളെ കളിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ പകരം ആരാകും പ്ലേയിങ് 11-ലെത്തുക എന്ന കാര്യം ആരാധകർ ഏറെ ഉറ്റുനോക്കുന്നത്. ഗില്ലിന്റെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താവും നാളെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയെ നയിക്കുക. ഗില്ലിന് പകരം ബാറ്റിംഗ് ഓർഡറിൽ സായ് സുദർശനോ ദേവ്ദത്ത് പടിക്കലോ അവസരം ലഭിക്കുമെന്നതാണ് കരുതുന്നത്. സായ് സുദർശനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സായ് സുദർശൻ പ്ലേയിങ് 11-ലെത്തിയാൽ 3-ാം നമ്പറിലും മാറ്റമുണ്ടാവും. ആദ്യ ടെസ്റ്റിൽ 3-ാം നമ്പറിൽ കളിച്ച വാഷിംഗ്ടൺ സുന്ദർ മധ്യനിരയിലേക്ക് മാറും. സുദർശൻ 3-ാം നമ്പറിൽ ഇറങ്ങും. ഗിൽ കളിക്കുന്ന 4-ാം നമ്പറിൽ ധ്രുവ് ജുറലാകും ഗ്രീസിലെത്തുക. കൊൽക്കത്തയിൽ 4 സ്പിന്നർമാരുമായി ഇറങ്ങിയ തീരുമാനം തിരിച്ചടിച്ച സാഹചര്യത്തിൽ ബൗളിംഗ് നിരയിലും നാളെ മാറ്റമുണ്ടാവും. അക്സർ പട്ടേലിനോ കുൽദീപ് യാദവിനോ പകരം നിതീഷ് കുമാർ റെഡ്ഡി നാളെ പ്ലേയിങ് 11-ലെത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഗുവാഹട്ടിയിലെ പിച്ചിൽ ആദ്യ 2 ദിവസങ്ങളിൽ പേസർമാർക്ക് മികച്ച ബൗൺസ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഈ സാഹചര്യത്തിലാണ് നിതീഷിന് അവസരമൊരുക്കുക. പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.